നമ്മളുടെ നാട്ടിൽ ഇല്ലെങ്കിൽ നമ്മളുടെ ഈ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡായി മാറുന്ന സെൽഫിയാണ്. എന്തിനും ഏതിനുമൊക്കെ സെൽഫി എടുത്ത് അത് സോഷ്യൽ മീഡിയയിലും മറ്റും ഇട്ട് വൈറലാക്കുന്ന തിരക്കിലാണ്. പ്രായഭേദമന്യേ എല്ലാവരും സെൽഫിയെക്കുറിച്ച് ഇവിടെ ചർച്ചകൾ പോലും നടന്നൊരു സംസ്ഥാനമാണ് കേരളം. ഏതായാലും ഇപ്പോൾ നടക്കുന്ന വാർത്ത, ഇപ്പോൾ പറയുന്ന വാർത്ത അത് കേരളത്തിലെ അല്ല, തിരുപ്പതിയിലെയാണ്, ആന്ധ്രാപ്രദേശ്. അവിടെ ഒരു യുവാവ്, രാജസ്ഥാൻ സ്വദേശിയായ യുവാവ് വെങ്കടേശ്വര മൃഗശാല സന്ദർശിക്കാനെത്തുന്നു. പ്രഹ്ലാദ് ഗുജ്ജർ എന്നാണ് ഈ യുവാവിൻ്റെ പേര്. ഈ യുവാവ് അവിടെയുള്ള ഒരു സിംഹക്കൂട്, ആ സിംഹക്കൂടിൻ്റെ മതിൽക്കെട്ട് ചാടിക്കടന്ന് 25 അടി ഉയരമുള്ള വേലി ചാടിക്കടന്ന് സിംഹത്തിൻ്റെ കൂട്ടിലെത്തുകയും സിംഹവുമായി ഒരു സെൽഫി എടുക്കാനുള്ള ശ്രമിക്കുകയും ചെയ്തപ്പോൾ സിംഹം ഈ യുവാവിൻ്റെ മേൽ ചാടി വീണ് കടിച്ച് കീറുകയായിരുന്നു. ഏതായാലും പലവട്ടം സെക്യൂരിറ്റി ജീവനക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് സിംഹത്തിൻ്റെ കൂട്ടിൽ പോയി അതിൻ്റെ കടി കൊണ്ട് ദാരുണമായി അന്ത്യം സംഭവിക്കേണ്ടി വന്നത്. ഏതായാലും ഈ യുവാവിനെ സിംഹത്തിൽ നിന്നും അല്പമെങ്കിലും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ഇടയിലുമൊക്കെയുണ്ട് ഇത്തരത്തിൽ തന്നെ സെൽഫികൾ. പരിചിതമല്ലാത്ത മൃഗങ്ങളുമായിട്ടും അതുപോലെ തന്നെ പാമ്പുകളുമായിട്ടുമൊക്കെ സെൽഫി എടുക്കാനായി വെമ്പൽ കൊള്ളുന്ന ഒരു തലമുറ. പരിചിതമായ, അതായത് നമ്മുടെ വീട്ടിൽ വളർത്തുന്നില്ലെങ്കിൽ നമുക്ക് പരിചിതമായ മൃഗങ്ങൾക്കൊപ്പം സെൽഫി എടുക്കുമ്പോൾ അപകട സാധ്യത വളരെ കുറവാണെങ്കിൽ പോലും പരിചിതമല്ലാത്ത ഇടങ്ങളിൽ സെൽഫി ആയിപ്പോയാൽ ആ സെൽഫി വൈറലാകില്ല. പകരം ആ പടം വീടിൻ്റെ ഭിത്തിയിൽ തൂങ്ങിയാടും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.